ഇറാനെതിരെ വാരാന്ത്യത്തിൽ നടത്താനിരുന്ന ആക്രമണങ്ങൾ റദ്ദാക്കിയതായി ഡൊണാൾഡ് ട്രംപ്. ഇറാനും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും നിർബന്ധിച്ചതുകൊണ്ടാണ് തീരുമാനം മാറ്റിയതെന്നും വിശദീകരണമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാന രൂപരേഖ അംഗീകരിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ കൃത്യവും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് സഹായം നൽകുന്ന പ്രാദേശിക രാജ്യങ്ങളും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ഈ കരാറുണ്ട് എന്ന് ട്രംപാണ് പറയുന്നത്. ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സ്ഥിരീകരണവും നൽകുന്നില്ല. ട്രംപ് ഇപ്പോൾ സമവായത്തിന്റെ വഴിയിലാണ്, പക്ഷേ ഇറാൻ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുമുണ്ട്. എന്തായാലും ആക്രമണമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. രഞ്ജിത്ത്, അമേരിക്ക ഇറാൻ യുദ്ധം 6ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ ട്രംപിൻ്റെ ഈ പിന്മാറ്റം ലോകരാജ്യങ്ങളെല്ലാം കൗതുകത്തോടെ തന്നെ ഉറ്റുനോക്കുന്നു, അതീവ ഗൗരവത്തോടെയും ഉറ്റുനോക്കുന്നു. എന്തായാലും ട്രംപ് വ്യക്തമാക്കുന്നത് ഒരു ധാരണയിലേക്കുള്ള സാധ്യത തെളിഞ്ഞതുകൊണ്ടാണ് താൻ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്ന് അതുമായി ബന്ധപ്പെട്ടവരെ താൻ ആവശ്യപ്പെടുന്നു എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങളാണ് ട്രംപ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ട്രംപിൻ്റെ ഒരു അവകാശവാദം, ഇറാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നു, സൗദി, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ധാരണയിലെത്താൻ കഴിയുമെന്നതുകൊണ്ട് താൻ ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നില്ല എന്ന് ട്രംപ് പറയുന്നു. കഴിഞ്ഞിടയ്ക്ക് ശക്തമായൊരു പ്രഹരം ഇറാനെ ഏൽപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ ട്രംപിൻ്റെ വീരവാദം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ഏതായാലും അത് ഒരു വലിയ അത്തരമൊരു ഭീഷണി വന്നപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, അതിന് നിസ്സാരമായി കാണുന്നില്ല എന്നാണ് ഇറാൻ്റെ ഇന്നത്തെ ആക്ടിംഗ് ഡിഫൻസ് മന്ത്രി വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഏതൊരു തരത്തിലുള്ള ഇത്തരം ത്രട്ടുകളെയും ഗൗരവത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നതെന്നാണ്. എന്തായാലും തങ്ങളിങ്ങനെ എന്തെങ്കിലും പിന്മാറണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു ആശയവിനിമയം നടത്തിയതായി ഇറാൻ അംഗീകരിക്കുന്നില്ല. ഏതായാലും കഴിഞ്ഞിടെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി, ഫീൽഡ് മാർഷൽ അസിം മുനീറും, അതുപോലെ തുർക്കിഷ് വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ, അതുപോലെ സൗദിയിലെ ഫൈസൽ ബിൻ ഫർഹാൻ അൽ സ്വാദ് എന്നീ വിദേശകാര്യമന്ത്രിമാരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ യുദ്ധം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ അന്ന് ചർച്ച ചെയ്തിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണ എത്തിയതായി ഇപ്പോഴും കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്റർ മജീദ് ഇബൻ റേസ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ഉള്ള ഭീഷണികളെ അത് ഗൗരവത്തോടു കൂടി തന്നെ കണ്ടു നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇറാനിൽ ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. ഏതായാലും ട്രംപിന് മുഖത്ത് മേൽ മറ്റ് ചില സമ്മർദ്ദങ്ങൾ വരുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. യുദ്ധം തുടരാൻ അമേരിക്കയ്ക്കും ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അത് ഈ ബാബൽ മന്ദീബിൽ വഴിയുള്ള ഇന്ധനക്കടത്ത് തടയപ്പെടുന്നു. കാരണം ഏതാണ്ട് ആഗോള വിപണിയിൽ 27% എണ്ണ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരുന്നതെങ്കിൽ 12% ബാബൽ മന്ദീബ് വഴി വരുന്നു. LNGയിൽ 8% വരുന്നു ബാബൽ മന്ദീബ് വഴി, അതേസമയം 20% ഹോർമുസ് ഇടുക്ക് വഴി വരുന്നു. അങ്ങനെ എണ്ണ വിപണിയുടെ ആ ഗതാഗത രേഖ പൂർണ്ണമായി തടസ്സപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ട്രംപിന് പിന്മാറേണ്ടി വന്നതാകാം എന്ന് കരുതുന്നവരുണ്ട്. അതേസമയം നേരത്തെ ട്രംപിൻ്റെ വിശ്വസ്തരായ ചീഫ് ഓഫ് ജോയിൻറ്റ് സ്റ്റാഫിൻ്റെ ചെയർമാൻ കെയ്നൊക്കെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ ആയുധശേഖരം കുറയുകയാണെന്ന്. ഒരുപക്ഷെ അതാകാം, അതോടൊപ്പം തന്നെ ഈ സൗദിയുടെ ഇടപെടൽ കൊണ്ടാകാം. അങ്ങനെ പല തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ സൽമാൻ രാജകുമാരനുമായി ഉള്ള ഒരു ചർച്ച നടന്നു എന്ന് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സൗദിയുടെ ആവശ്യപ്രകാരമായിരിക്കാം. ഏതായാലും ട്രംപിൻ്റെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.